ഈ മനുഷ്യൻ തന്റെ വിവാഹ ഫോട്ടോയിൽ നിന്ന് ഒരു വിചിത്രമായ സൂചന കണ്ടെത്തി. ദൈവത്തോടുള്ള ഒരു നിശബ്ദ ക്ഷമാപണം പോലെ തോന്നിക്കുന്ന വിധത്തിൽ ഭാര്യയുടെ 2 വിരലുകൾ കൂട്ടിപ്പിടിച്ചു. ഈ അടയാളം അവരുടെ വിവാഹം യഥാർത്ഥമല്ല എന്നതിന്റെ സൂചനയായിരുന്നു. അടുത്ത ദിവസം ട്രൂമാൻ ഭാര്യയോട് നേരിട്ട് ചോദിച്ചില്ല. പകരം അവൻ അവളുടെ അടുത്തേക്ക് പോയി സാധാരണ പോലെ അഭിനയിച്ചു. ഇത്രയും വർഷങ്ങളായി അവൾ എന്താണ് ഒളിച്ചുവെക്കുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ ട്രൂമാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ഭാര്യയ്ക്ക് ഇതിനകം തന്നെ അറിയാമായിരുന്നു. അവൾ പെട്ടെന്ന് ഒരു ഒഴികഴിവ് പറഞ്ഞു. തനിക്ക് ഒരു അടിയന്തര ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു. സാധാരണയായി അവൾ ഇത്രയും തിരക്കുള്ളവളല്ലായിരുന്നു. പക്ഷേ ഇന്ന് അവൾ വളരെ വ്യത്യസ്തമായി പെരുമാറുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ ട്രൂമാന്റെ സംശയങ്ങൾ ബലപ്പെട്ടു. ഭാര്യ പോകാൻ തുടങ്ങിയപ്പോൾ ട്രൂമാൻ യാദൃശ്ചികമായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി എന്റെ വിരലുകൾ കൂട്ടിപ്പിടിക്കും. അവൾ നിന്നു, തിരിഞ്ഞു നോക്കി, നിർബന്ധിച്ച് ഒരു പുഞ്ചിരി വിടർത്തി പുറത്തേക്ക് പാഞ്ഞു. ട്രൂമാൻ നിശബ്ദമായി അവളെ പിന്തുടർന്ന് ആശുപത്രിയിലേക്ക് പോയി. പക്ഷേ ഒരു നഴ്സ് പ്രവേശന കവാടത്തിൽ അവനെ തടഞ്ഞു. അയാൾ പോകാൻ ഭാവിച്ചു, പക്ഷേ പെട്ടെന്ന് തിരിഞ്ഞു നഴ്സിനെ പിന്തുടർന്നു. വഴിയിൽ വീൽചെയറുകളിലുള്ള രോഗികളുടെ ഒരു കൂട്ടം അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു. ട്രൂമാൻ സമർത്ഥമായി തന്റെ വഴി മാറ്റി. ഇടനാഴിയിൽ വെച്ച് ട്രോളി തള്ളിക്കൊണ്ടു പോകുകയായിരുന്ന ഒരു നഴ്സിനെ അയാൾ ഇടിച്ചു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മറികടന്ന് ട്രൂമാൻ ഒടുവിൽ ഓപ്പറേഷൻ റൂമിലെത്തി. പക്ഷേ അയാൾ കണ്ടത് മോശം അഭിനയം പോലെ തോന്നി. സർജൻ ശസ്ത്രക്രിയ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ അബോധാവസ്ഥയിലായിരിക്കുമെന്ന് കരുതിയ രോഗി പെട്ടെന്ന് എഴുന്നേറ്റു ഇരുന്നു. ഈ മുഴുവൻ സജ്ജീകരണവും വ്യാജമാണെന്ന് ട്രൂമാന് മനസ്സിലായി. അയാളുടെ ഭാര്യ ഒരു ഡോക്ടർ ആയിരുന്നില്ല, പക്ഷേ ഇത്രയും വലിയ നുണയാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അയാളുടെ ഭാര്യ മാത്രമല്ല വ്യാജൻ, തന്റെ ചുറ്റുമുള്ളതെല്ലാം ഒരു പാറ്റേണിൽ ആവർത്തിക്കുന്നത് ട്രൂമാൻ ശ്രദ്ധിച്ചു. ഇത് പരീക്ഷിക്കുന്നതിനായി അവൻ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അയാൾ ഷൂ കെട്ടാൻ റോഡിന്റെ മധ്യത്തിൽ നിർത്തി, പിന്നെ ഇരുന്ന് ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചു. ഒടുവിൽ അവൻ എല്ലാവരെയും വിശ്വസിച്ചു. എല്ലാം ഒരു വഴിത്തിരിവിലായിരുന്നു. ആ പാറ്റേണിൽ ഒരു ഇടവേള തേടി അയാൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു അപരിചിതനെ കണ്ടു. തൊപ്പി ധരിച്ച ആൾ ട്രൂമാനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ട്രൂമാൻ അവനെ ശ്രദ്ധിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി. ട്രൂമാൻ പിന്തുടരാൻ ശ്രമിച്ചു, പക്ഷേ പെട്ടെന്ന് ഒരു ബസ് അവന്റെ മുന്നിൽ നിന്നു. ആ നിമിഷം അടുത്ത വാഹനം പച്ചയായിരിക്കുമെന്ന് അയാൾ ഓർത്തു. അയാൾ ആത്മവിശ്വാസത്തോടെ തിരിഞ്ഞു പച്ച കാർ നിർത്താൻ ശ്രമിച്ചു. ആ നിമിഷം എന്തോ കുഴപ്പമുണ്ടെന്ന് അവനെ കൂടുതൽ വിശ്വസിപ്പിച്ചു. അയാൾ പെട്ടെന്ന് ഒരു കമ്പനി കെട്ടിടത്തിലേക്ക് ഓടിക്കയറി. അവിടെ ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല. അത് കണ്ട് ആളുകൾ പരിഭ്രാന്തരായി. ലിഫ്റ്റിന്റെ വാതിലുകൾ തുറന്നപ്പോൾ അത് ഒരു ലിഫ്റ്റ് അല്ല, മറിച്ച് ഒരു ടിവി സെറ്റിന്റെ പിൻഭാഗമാണെന്ന് ട്രൂമാൻ കണ്ടു. നിർമ്മാണത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുരക്ഷാ ജീവനക്കാരൻ അയാളെ പുറത്തേക്ക് തള്ളിയിട്ടു. പക്ഷേ ഈ ഒഴികഴിവ് കൂടുതൽ സംശയം ജനിപ്പിച്ചു. ഈ വിചിത്രമായ സംഭവങ്ങൾക്കെല്ലാം ശേഷം താൻ സത്യത്തിന്റെ ഒരു നേർക്കാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ട്രൂമാൻ മനസ്സിലാക്കി. വാസ്തവത്തിൽ അയാൾ ഒരു ഭീമാകാരമായ സെറ്റിലാണ് ജീവിച്ചിരുന്നത്. താവോയിൻ എന്ന ദ്വീപിൽ 6000 രഹസ്യ ക്യാമറകൾ നിറഞ്ഞിരുന്നു. അവ ട്രൂമാന്റെ ജീവിതം നിരന്തരം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. 2 ബില്യൺ ആളുകൾ അദ്ദേഹത്തിന്റെ ജനനം കണ്ടു. 190 രാജ്യങ്ങൾ അദ്ദേഹം നടക്കാൻ പഠിക്കുന്നത് കണ്ടു. സമുദ്രം വ്യാജമായിരുന്നു, ആകാശം വ്യാജമായിരുന്നു, ദ്വീപിലെ ആളുകൾ പോലും വ്യാജമായിരുന്നു. അവർ 30 വർഷത്തോളം ട്രൂമാനോടൊപ്പം ജീവിച്ചു, ജോലി ചെയ്തു, വളർന്നു. അയാൾ ക്യാമറകളുടെ കണ്ണുകൾക്ക് താഴെയാണ് ജീവിച്ചത്. ഭാര്യയുടെ വേഷം ചെയ്യാൻ വേണ്ടി മാത്രം ഭാര്യ പോലും തന്റെ യൗവനം ഉപേക്ഷിച്ചു. വ്യാജഭാവങ്ങളും അമിതാഭിനയവും പ്രേക്ഷകരെ മടുപ്പിച്ചു. അങ്ങനെ ഒരു സംവിധായകൻ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ യാഥാർത്ഥ്യമായ ദി ട്രൂമാൻ ഷോ സൃഷ്ടിച്ചു.